ഏവർക്കും HSS ടൈംസിന്റെ പുതിയ ഒരു ഓൺലൈൻ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ജനറൽ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മത്സരാർത്ഥികൾക്കും കൂടാതെ LP UPSC അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുമായി തയ്യാറാക്കുന്ന ഓൺലൈൻ PSC പഠന സീരീസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന ഈ വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാം. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള നവോത്ഥാനത്തിലെ 8ാമത്തെ ക്ലാസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് കേരള നവോത്ഥാനത്തിലെ വളരെ പ്രശസ്തനായ തൈക്കാട് അയ്യാ സ്വാമികളെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹത്തിന്റെ ജനനം 1814 നഗലപുരം കന്യാകുമാരിയിലാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് മുത്തുകുമാരൻ എന്നാണ്. അമ്മയുടെ പേര് രുക്മിണി അമ്മാൾ. ഭാര്യയുടെ പേര് കമലമ്മാൾ എന്നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്? സുബ്ബരായൻ എന്നായിരുന്നു. ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട എന്നീ പേരുകളിലും ഇദ്ദേഹം അറിയപ്പെട്ടു. ആ രണ്ട് പേരുകളൊന്ന് ഓർത്തു വെക്കുക. ക്ലിയർ. ഇദ്ദേഹം തൈക്കാട് റെസിഡൻസിയുടെ മാനേജർ ആയിരുന്നു. തൈക്കാട് അയ്യ തൈക്കാട് റെസിഡൻസിയുടെ മാനേജർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ബഹുമാനപൂർവം സൂപ്രണ്ട് അയ്യ എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പൊ സൂപ്രണ്ട് അയ്യ എന്ന പേരിൽ കൂടെ ആരറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു? തൈക്കാട് അയ്യ സ്വാമികൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തൈക്കാട് അയ്യാവിനെ തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായി നിയോഗിച്ചത് മാക് ഗ്രിഗർ ആണ്. ഓക്കെ. അയ്യാവ് സ്വാമികൾ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെട്ടു. ഇദ്ദേഹത്തെ അറിയപ്പെട്ട മറ്റൊരു പേരെന്തായിരുന്നു? അയ്യാവ് സ്വാമികൾ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ചോദ്യം. തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് തന്നെ തൈക്കാട് അയ്യയെ ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെട്ടു. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, 1-2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം. ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? തൈക്കാട് അയ്യ. അതിന്റെ റീസൺ എന്താ? കാരണം ശ്രീനാരായണ ഗുരു ഇദ്ദേഹത്തിന്റെ ശിഷ്യനായതുകൊണ്ടാണ്. ഇദ്ദേഹത്തിന് 51 ശിഷ്യന്മാരുള്ളതായിട്ട് അറിയപ്പെടുന്നു. സ്ത്രീകളും ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുന്നു. പ്രധാനപ്പെട്ട ഈ 51 ശിഷ്യഗണങ്ങളിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരെന്ന്, എല്ലാവരുടെ 51 ആൾക്കാരുടെയും പേര് പറയുന്നില്ല, പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരൊന്ന് മനസ്സിലാക്കി വെക്കുക. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, സ്വാതി തിരുനാൾ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, രാജാ രവിവർമ്മ, യോഗിനിയമ്മ, കൊല്ലത്തമ്മ തുടങ്ങിയവർ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലെ പ്രമുഖരായിരുന്നു. തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. ക്ലിയർ. തൈക്കാട് അയ്യയുടെ ഗുരുവായിരുന്നു, ഇനി ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു വൈകുണ്ഠസ്വാമി. തൈക്കാട് അയ്യയുടെ ഗുരുവിന്റെ പേരെന്താണ്? വൈകുണ്ഠസ്വാമി എന്നാണ്. വൈകുണ്ഠസ്വാമിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ 5-ാമത്തെയോ 6-ാമത്തെയോ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് കാണുക. തൈക്കാട് അയ്യയുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്നും മോചിതനാക്കിയത്. വൈകുണ്ഠസ്വാമിയുടെ ക്ലാസ്സിനകത്ത് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായിട്ടൊന്നുകൂടെ കാണും. തൈക്കാട് അയ്യയെ സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ ആരൊക്കെയാണെന്നൊന്ന് നോക്കുക. സച്ചിദാനന്ദ മഹാരാജ്, ചിട്ടി പരദേശി എന്നിവരാണ് തൈക്കാട് അയ്യയെ സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ. അടുത്തൊരു പോയിന്റ്, ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ഒരു ചോദ്യമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ നിങ്ങൾക്ക്. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സോഷ്യൽ റിഫോർം അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യ. കേരളത്തിൽ പന്തി ഭോജനം ആരംഭിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. இந்த உலகத்திலே ஒரே ஒரு ஜாதி தான், ஒரே ஒரு மதம் தான்,
ഒരേ ഒരു കടവുൾ താൻ. എവിടെയോ കേട്ടിട്ടുണ്ട്. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നത് തൈക്കാട് അയ്യയുടെ പ്രശസ്തമായ വാക്യങ്ങളാണ്. ഇത് കേൾക്കാത്തവര് എന്തായാലും കേട്ടിട്ടിരിക്കുന്ന ഒരു വാക്യമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ആര് പറഞ്ഞതാ? ശ്രീനാരായണ ഗുരു. അപ്പോ പിൽക്കാലത്ത് ഈ വാക്യം ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വാക്യത്തിലൂടെ പ്രസിദ്ധമായി. ഏത് യോഗിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ടത് തൈക്കാട് അയ്യയാണ്. ഏത് യോഗിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? തൈക്കാട് അയ്യയാണ്. ഈ സന്ദേശത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. അപ്പൊ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് തൈക്കാട് അയ്യയുടെ ഏത് യോഗിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യാം എന്ന അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. തൈക്കാട് അയ്യ ദിവസങ്ങളോളം ധ്യാനത്തിലിരുന്ന സ്ഥലമാണ് മരുത്വമല. ഓർത്തു വെക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട PSC പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ശൈവപ്രകാശ സഭ. ശൈവപ്രകാശ സഭ മനോന്മണീയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടുകൂടി തൈക്കാട് അയ്യ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ശൈവപ്രകാശ സഭ. ഇത് തിരുവനന്തപുരത്തെ ചാലയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ശൈവപ്രകാശ സഭയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്തെ ചാലയിലാണ്. തിരുവിതാംകൂറിലെ ആദ്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തത് മനോന്മണീയം സുന്ദരൻ പിള്ളയാണ്. തൈക്കാട് അയ്യ സ്ഥിരമായിട്ട് പ്രസംഗിച്ചിരുന്ന വേദിയാണ് ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭ. ഒന്ന് ഓർത്തു വെക്കുക, ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭയിലാണ് ഇദ്ദേഹം സ്ഥിരമായിട്ട് പ്രസംഗിച്ചിരുന്ന ഒരു വേദി. വളരെ പ്രധാനപ്പെട്ട ഒരു വേദി ആയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ, പ്രധാനപ്പെട്ട കൃതികളുടെ പേരൊന്ന് ഓർത്തു വെക്കുക. പഴനി വൈഭവം, രാമായണം പാട്ട്, ബ്രഹ്മോത്തര കാണ്ഡം, രാമായണം ബാലകാണ്ഡം, എന്റെ കാശി യാത്ര, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, തിരുവാരൂർ മുരുകൻ, കുമാരകോവിൽ കുറവൻ, ഹനുമാൻ പാമലൈ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രചനകൾ? എന്തെങ്കിലും ഒരു ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കുക. പഴനി വൈഭവം, രാമായണം പാട്ട്, ബ്രഹ്മോത്തര കാണ്ഡം, രാമായണം ബാലകാണ്ഡം, എന്റെ കാശി യാത്ര, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, തിരുവാരൂർ മുരുകൻ, കുമാരകോവിൽ കുറവൻ, ഹനുമാൻ പാമലൈ. ജ്ഞാനം, യോഗം, ഭക്തി എന്നിവയ്ക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അതിപ്രധാനമായ സ്ഥാനം നൽകിയിരുന്ന സ്വാമിയുടെ ശിഷ്യത്വത്തിൽ പല മഹാന്മാരും ജീവിത ലക്ഷ്യം ജ്ഞാനസമ്പാദനമാണെന്ന് കണ്ടെത്തുകയും വ്രതം, അനുഷ്ഠാനങ്ങൾ, ഉപാസന എന്നീ മാർഗങ്ങളിലൂടെ കൈവല്യ സിദ്ധിക്കായി യത്നിക്കുകയും ചെയ്തു. ശിവരാജയോഗം എന്ന വേദാന്ത തത്വം സാധന ചെയ്യേണ്ട വിധത്തെക്കുറിച്ച് ഇദ്ദേഹം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ശിവരാജയോഗം എന്ന വേദാന്ത തത്വം സാധന ചെയ്യേണ്ട വിധത്തെക്കുറിച്ച് ഇദ്ദേഹം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 1909 ജൂലൈ 20 ഇദ്ദേഹം അന്തരിച്ചത്. തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ടത് 1984 1984 തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ടത്. 1943 തൈക്കാട് അയ്യയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യാ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചു. ഇവിടുത്തെ ആരാധനാമൂർത്തി ശിവനാണ്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പഴയ PSC ക്വസ്റ്റ്യൻസ്, PSC പരീക്ഷക്കൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. കുറെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 2018 ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, നഗലപുരം ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ്. നഗലപുരം എന്ന് പറയുന്നത് ആരുടെ ജന്മസ്ഥലമാണ്? ആരുടേതാണ്? തൈക്കാട് അയ്യയുടെ ജന്മസ്ഥലമാണ്.
വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ 2018 ചോദിച്ച ചോദ്യമാണ്. വാട്ട് വാസ് ദ ഏർലി നെയിം ഓഫ് തൈക്കാട് അയ്യ സ്വാമികൾ? തൈക്കാട് അയ്യ സ്വാമികളുടെ ആദ്യകാല പേര്, ഏർലി നെയിം എന്തായിരുന്നു? സുബ്ബരായൻ എന്നായിരുന്നു. നെക്സ്റ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പാത്തോളജി 2018. ഹു വാസ് ദ ഗുരു ഓഫ് തൈക്കാട് അയ്യ? തൈക്കാട് അയ്യയുടെ ഗുരു ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് തൈക്കാട് അയ്യയുടെ ഗുരു. എഗ്രോണമിസ്റ്റ് 2018. ദ ഒറിജിനൽ നെയിം ഓഫ് തൈക്കാട് അയ്യ? നേരത്തെ തന്നെ പറഞ്ഞ കാര്യം, അതേ ചോദ്യം തന്നെ. സുബ്രായൻ ആണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. റിഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ 2018 ചോദിച്ചൊരു ചോദ്യമാണ്. ദ മഹാരാജ ഓഫ് ട്രാവൻകൂർ ഹു ഇൻവൈറ്റഡ് തൈക്കാട് അയ്യ ടു ഹിസ് പാലസ് ആൻഡ് ബിക്കം ഹിസ് ഡിസൈപ്പിൾ. അപ്പോ ദ മഹാരാജ ഓഫ് ട്രാവൻകൂർ ഹു ഇൻവൈറ്റഡ് തൈക്കാട് അയ്യ ടു ഹിസ് പാലസ്. അതായത് തൈക്കാട് അയ്യയെ ഏത് ട്രാവൻകൂറിലെ മഹാരാജാവാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് തീർന്നത്? ആരാണ്? സ്വാതി തിരുനാള. പേഴ്സണൽ ഓഫീസർ 2018 വന്നൊരു ചോദ്യം. ദ സോഷ്യൽ റിഫോമർ ഹു കണ്ടക്ടഡ് പന്തി ഭോജനം ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പന്തി ഭോജനം ആരംഭിച്ചത് തൈക്കാട് അയ്യയാണ്. ഇനി മറ്റു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. തൈക്കാട് അയ്യ വാസ് ഓൾസോ നോൺ ആസ്. തൈക്കാട് അയ്യയെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് ഓർത്തുവെക്കുക. അയ്യാസ്വാമികൾ, ശിവരാജയോഗി, സൂപ്രണ്ട് അയ്യ, സൂപ്രണ്ടന്റ് ആണ്, സൂപ്രണ്ട് അയ്യ, ഇതൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെട്ട പ്രധാനപ്പെട്ട പേരുകൾ. ഹു ഈസ് നോൺ ആസ് ദ ഗ്രേറ്റ് ടീച്ചർ ഓഫ് ശിവരാജയോഗ? തൈക്കാട് അയ്യ സ്വാമികളാണ് അതിന്റെ ആൻസർ. ദ ഫേമസ് സ്ലോഗൻ ഓഫ് തൈക്കാട് അയ്യ? തൈക്കാട് അയ്യയുടെ വളരെ പ്രധാനപ്പെട്ട സ്ലോഗൻ എന്താണ്? இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. The year in which തൈക്കാട് അയ്യ മിഷൻ വാസ് ഫോംഡ്? തൈക്കാട് അയ്യ മിഷൻ ആരംഭിച്ച വർഷം 1984 തിരുവനന്തപുരത്താണ് ഈ ഒരു മിഷൻ ആരംഭിച്ചത്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തൈക്കാട് അയ്യ സ്വാമികളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതുവരെയായിട്ട് HSS ടൈംസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.